കൈവെള്ളയിലെ മണ്ഡലങ്ങളും രാശികളും ഒക്കെ പഠിച്ചു കഴിഞ്ഞേച്ച് നമ്മൾ പ്രധാനപ്പെട്ട രേഖകൾ നോക്കണം. ഇതാണ് ഹസ്തരേഖാ ശാസ്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, രേഖകൾ. ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ തെറ്റായി കൊടുക്കാം, പക്ഷെ നമ്മൾ ഈ പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഗുരുമണ്ഡലത്തിന്റെ താഴെ നിന്നും ആ ഈ നമ്മുടെ തള്ളവിരലിന്റെ ഇടഭാഗമില്ലേ, അതിൽ നിന്നും ഒരു രേഖ ഉത്ഭവിച്ച് താഴോട്ട് വരുന്നത് കാണാം. ആ രേഖയാണ് നമ്മൾ ആയുർ രേഖ എന്ന് പറയുന്നത്. ഈ ആയുർരേഖ പലരും പറയുന്നത് നമ്മുടെ ആയുസ് നോക്കാൻ മാത്രമാണെന്ന്. അങ്ങനെയല്ല, ആയുസ് നീക്കാനും ഉപയോഗിക്കാം. കാരണം ഈ ആയുർരേഖ ചിലർക്ക് ഈ ചെറുപ്പകാലത്ത് ചെറുതായിട്ടിരിക്കുന്ന കാണാം. പിന്നീട് നമ്മുടെ പ്രാർത്ഥനകൾ മൂലമോ നമ്മുടെ പ്രവൃത്തികൾ മൂലമോ നമ്മുടെ ആഹാര രീതി മൂലമോ അതിങ്ങനെ നീളം വെച്ച് പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് അത് ആയുസ് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ പറയരുത്. നമ്മുടെ ആ പരിഹാരങ്ങളൊക്കെ അനുസരിച്ച് ആയുസിന് വ്യത്യാസം വരും. നമ്മൾക്ക് കുട്ടിക്കാലത്ത് വല്ല ബാലാരിഷ്ടതകളും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകട സാധ്യത, പിന്നീടുള്ള സമയത്ത് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ, നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ, ഓപ്പറേഷൻ ഉണ്ടാകുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആയുർരേഖ ഉപയോഗിക്കുന്നത്. ആ ആയുർരേഖയെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ നേഴ്സ് ആൻഡ് ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയത്തില്ലേ, അതും എല്ലാം കൂടെ ചേർത്തുള്ള ആ നേർവസും സ്പൈനൽ കോഡും എല്ലാം വരും അതിനകത്ത്. അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള രേഖയാണ് ബുദ്ധിരേഖ. നമ്മുടെ ബുദ്ധി എങ്ങനെയാണ്, വിദ്യാഭ്യാസം എങ്ങനെയാണ്, നമ്മുടെ ചിന്താശക്തി എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖയാണ് ബുദ്ധിരേഖ. ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ആ ബുദ്ധിരേഖ. നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേക്കോ, അത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ, അത് ഏത് വയസ്സിൽ എങ്ങനെ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിരേഖ കൊണ്ട് കഴിയും. ആ ബുദ്ധിരേഖ ഇങ്ങനെ ആയുർരേഖയുടെ അടുത്തുനിന്നും ഇങ്ങനെ ഉത്ഭവിക്കാം, അല്ലെങ്കിൽ അത് മണ്ടയ്ക്ക് വ്യാഴമണ്ഡലം വരാം. അതൊക്കെ നമ്മൾ ബുദ്ധിരേഖയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിരിക്കും. അടുത്തത് ഹൃദയരേഖയാണ്. ഹൃദയരേഖയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിന്റെ ആ സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ട്, ബ്ലഡ് പമ്പിങ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഹൃദയരേഖ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ ആർട്ടറീസ് വെയിൻസിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇതൊക്കെ നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഏത് നമുക്ക് BP പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം അറിയുന്നത് നമ്മുടെ സ്വഭാവം, എങ്ങനെയുള്ള ഒരാളായിരിക്കും നമ്മൾ എന്ന് നമ്മൾ നമ്മുടെ ഹൃദയരേഖ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ രേഖകളിൽ തന്നെ പല വേരിയേഷൻസ് കാണും, പല ഇടത്തു നിന്നും ഉത്ഭവിക്കുന്ന കാണും, പല വലിപ്പത്തിലുള്ളത് കാണും, നീള വ്യത്യാസങ്ങൾ കാണും, വീതി വ്യത്യാസങ്ങൾ കാണും. ഇതെല്ലാം അനുസരിച്ച് ഫലങ്ങളും വ്യത്യാസം വരും. അതൊക്കെ ആ രേഖകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിരിക്കും. ഈ 3 രേഖകളാണ് പ്രധാനപ്പെട്ട രേഖകൾ. ഇവയെല്ലാം കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ ഇത് വളരെയധികം പ്രധാനമാണ്.